ഗഫൂറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിന് വേറൊരു ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണവും സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനത് പറഞ്ഞു, ഈ വർഷം ഞങ്ങൾ ഇങ്ങനെ തന്നെ നടത്തിക്കൊഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷം ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഞങ്ങളും സഹകരിക്കാമെന്ന് ക്യാബിനറ്റ് കമ്മിറ്റിയെ അറിയിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കാരണം ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നടക്കുന്ന അഡ്മിഷൻ പ്രോസസ്സിൽ ഏതെങ്കിലും വിധത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ 2400 ആപ്ലിക്കേഷൻസാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ വിദ്യാർത്ഥികൾ ഞങ്ങൾക്കെതിരെ 50% ഇപ്പോൾ കൊടുത്താൽ ആ വിദ്യാർത്ഥികൾ ഞങ്ങൾക്കെതിരെ കോടതി പോയി ഒരു ലീഗൽ ബാറ്റിലേക്കാണ് അത് പോകും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് പറഞ്ഞപ്പോൾ സബ് കമ്മിറ്റി ഏതായാലും ഈ വർഷത്തെ കാര്യം എന്നാൽ കഴിഞ്ഞ 4 വർഷം നടന്ന പോലെ തന്നെ തുടരട്ടെ, അടുത്ത വർഷം തീർച്ചയായിട്ടും ഇതിനകത്ത് ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കണം, അത് സഹകരിക്കാം, ഞങ്ങളുടെ റിസോഴ്സസിനകത്ത് നിന്നുകൊണ്ട് സഹകരിക്കാം, അതിന് വേണ്ട സജഷൻസും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രവേശന കാലഘട്ടമായാൽ ഒരുപാട് വിവാദങ്ങളും തർക്കങ്ങളും സൃഷ്ടിച്ച് കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് സാധ്യമാവുന്നില്ല. അത്തരവസ്ഥ അതിനകത്ത് ഞാൻ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഒന്ന് വിവരിച്ചെങ്കിലേ അതിൻ്റെ കൃത്യമായ ഒരു അറിവുണ്ടാകും.